ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇഷ്ടമാത്രത്തിൻ്റെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മാഷ് ഡോക്ടറെ വിളിച്ച് പറയേണ്ട കാര്യങ്ങൾ മുഴുവനും മുഖത്തടിച്ച രീതിയിൽ പറയുകയാണ്. നിങ്ങളുടെ കൊച്ചുമോളെയും കൊണ്ട് നിങ്ങൾ രക്ഷിക്കാൻ വേണ്ടി പലയിടത്തും ഓടിയല്ലോ, എന്നിട്ട് എൻ്റെ മകള് തന്നെ വേണ്ടി വന്നു നിങ്ങളുടെ കൊച്ചുമോളെ രക്ഷിക്കാനായിട്ട്. നിങ്ങൾ ഒരു മനസ്സലിവില്ലാതെയാണ് എൻ്റെ മോളെ പ്രസവിക്കാൻ കഴിവില്ലാത്തവളെന്നും പറഞ്ഞുകൊണ്ട് വരുത്തി തീർത്തത്. ഞാനിപ്പോൾ പറയാൻ പോകുന്ന സന്തോഷ വാർത്ത, അതെ, എൻ്റെ മോളെ ഗർഭിണിയാണ്. അവളൊരു കുഞ്ഞിൻ്റെ അമ്മയാകാൻ പോകുന്നു. ഈ ഒരു കാര്യം അറിഞ്ഞപ്പോഴേ ആദ്യം വിളിക്കാനായിട്ട് തോന്നിയത് നിങ്ങളെയാണ്. നിങ്ങൾ ഒരിക്കലും രക്ഷപ്പെടാനായിട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഫോൺ കട്ടാക്കുകയാണ്. ഡോക്ടർക്ക് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആകെ വല്ലാത്തൊരു സങ്കടവും തോന്നുകയാണ്. കാരണം ഇഷിതയോട് ഈ സത്യം പറയണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചതാണല്ലോ ഈ ഡോക്ടറിൻ്റെ മനസ്സിൽ കുറ്റബോധം കൊണ്ടിങ്ങനെ നേറുകയാണ്. അങ്ങനെ നമ്മുടെ മാഷിനെ ആശ്വസിപ്പിക്കുകയാണ് പ്രിയാമണി. കാരണം അവർ അത്രമാത്രം സങ്കടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പ്രിയാമണിയെ ചേർത്ത് പിടിച്ചിട്ട് കരയാണ് മാഷ്. അങ്ങനെ പിന്നീട് കാണിക്കുക നമ്മുടെ ഇഷിതയാണ്. അപ്പോൾ ഇഷിതയ്ക്കാണെങ്കിൽ ഇതൊട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇഷിതയാണെങ്കിൽ വയറിലൊക്കെ ഇങ്ങനെ പിടിച്ച് നോക്കുകയാണ്. തൻ്റെ ഉദരത്തിലൊരു കുഞ്ഞ് ജന്മം എടുത്തല്ലോ എന്നൊക്കെ അറിഞ്ഞപ്പോൾ ഇഷിതയ്ക്ക് ഭയങ്കര സന്തോഷം തോന്നുക. അപ്പോൾ ഇഷിത ചോദിക്കുകയാണ്, ഇതെങ്ങനെ സംഭവിച്ചു? എനിക്കിത് ഇപ്പോഴും ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്നില്ല, എനിക്ക് വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല എന്നൊക്കെ ഇങ്ങനെ ഇഷിത ആവർത്തിച്ചിങ്ങനെ പറയുമ്പോൾ മഹേഷ് പറയാ, എടോ അത് സത്യം തന്നെയാ. തൻ്റെ ഉദരത്തിൽ ഒരു കുഞ്ഞ് ജന്മം എടുത്തിരിക്കുകയാണ്. അതെങ്ങനെ സംഭവിച്ചു എന്ന് അല്ലേ? ആ രാത്രി തനിക്ക് ഓർമ്മയില്ലേ? നമ്മളന്ന് മാഷും ടീച്ചറും ആയിട്ട് മാറിയ ആ ഒരു നിമിഷം താൻ ഓർക്കുന്നില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇഷിത ആലോചിച്ച് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ആ ഒരു പ്രണയരംഗം ഇഷിത അവിടെ ഇങ്ങനെ ആലോചിച്ചെടുക്കുക. അപ്പം മനസ്സിലായി അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഇഷിതയുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടാകാൻ കാരണം എന്നങ്ങനെ മനസ്സിലാകുകയാണ്. അപ്പോൾ ഇഷിതയ്ക്കാണല്ലോ, എൻ്റെ ദൈവമേ ഇതെന്തൊക്കെയാ, എന്നാലും ട്രീറ്റ്മെൻറ്റ് ഫലിച്ചല്ലോ. ഈ ട്രീറ്റ്മെൻറ്റ് ഫലിച്ചത് ഓർത്തിട്ട് എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. ആ ഡോക്ടറെ ഏതായാലും കണ്ട് എനിക്ക് നന്ദി പറയേണ്ടതുണ്ട് എന്നൊക്കെ ഇഷിത പറയാണ്. അതിനു മുമ്പ് നമുക്ക് ഒരിടം വരെയും പോവണ്ടേ ഇഷിത എന്നിങ്ങനെ സംസാരിക്കുക. അങ്ങനെ നമ്മുടെ മഹേഷും രണ്ടും കൽപ്പി തന്നെ ഇഷിതയോട് സത്യങ്ങൾ മുഴുവൻ പറയണോന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സ്വപ്നവല്ലിയാണ്. അപ്പോൾ സ്വപ്നവല്ലിയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിരിക്കുക. ദൈവമേ, ഇതെന്താ വിളിച്ചിട്ട് കിട്ടാത്തത്? നിൻ്റെ അച്ഛനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ മഞ്ജുമേ. അദ്ദേഹം ഫോൺ എടുക്കുന്നില്ല. പിന്നെ മഹേഷിനെ വിളിച്ചു നോക്കി, മഹേഷിനാണെങ്കിൽ ഫോൺ എടുക്കുന്നുമില്ല. ഇവർ എവിടെ പോയി കിടക്കുകയാണ്? ഇഷിതയുടെ കാര്യം അറിയാഞ്ഞിട്ട് എനിക്കൊരു മനസ്സമാധാനമില്ല. ഇനിയിപ്പോൾ ഇവർ എവിടെ പോയിട്ടുണ്ടാവും എന്നൊക്കെ ചിന്തിച്ചിങ്ങനെ നിൽക്കുക. അമ്മ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ? അവൾക്ക് അതെ അവർ രണ്ടുപേരും കൂടി പോയിട്ടുണ്ടാവും വേറൊരിടത്തും കറങ്ങാനൊക്കെ. അതായിരിക്കും സംഭവിച്ചിട്ടുണ്ടാകുക. ഏതായാലും ഇഷിത കാർ എടുക്കേണ്ടതായിരുന്നു. ഇഷിത കാർ എടുത്തിരുന്നെങ്കിൽ ആ സമയത്ത് തലകറക്കം സംഭവിച്ചെങ്കിൽ മഹേഷിനെ പോലെ അവളുടെ കാറും ആക്സിഡൻ്റ് ആയാനായിരുന്നു. എടി ദുഷ്ടത്തി, നിന്റെ വായിൽ ഇങ്ങനെയൊക്കെ വർത്തമാനങ്ങളെ വരുവുള്ളൂ. നിനക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാനായിട്ട് തോന്നുന്നുടി? നീ എന്തൊരു സാധനമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴാണ് രാമൻ കയറി വരുന്നത്. രാമൻ ഭയങ്കര സന്തോഷത്തിലാ. ഇത് എത്ര നേരവും ഞാൻ വിളിക്കുന്നത്, ഇതെന്താ ഫോണിൽ എന്തു പറ്റി രാമ? ഞാനാണെങ്കിൽ ഇവിടെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ഇതെന്താ ഇഷിതയ്ക്ക് എന്ത് പറ്റി എന്ന് ചോദിച്ചപ്പോഴേക്കും, ഇഷിതയ്ക്ക് എന്ത് പറ്റാൻ? ഇഷിതയെ ഡിസ്ചാർജ് ചെയ്തെന്നോ? അതേന്നേ. രാമൻ എന്ത് ഇത്ര സന്തോഷം എന്തെങ്കിലും ചിരിച്ചോണ്ടിരിക്കുന്നത്? പിന്നെ സന്തോഷ വാർത്ത അറിയുമ്പോൾ സന്തോഷിക്കണ്ടേ സ്വപ്നം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും സന്തോഷ വാർത്തയോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ രാമ. ഉള്ള കാര്യങ്ങൾ തുറന്നു പറ, മനുഷ്യന് ചുമ്മാ ടെൻഷൻ അടിപ്പിക്കാതെ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, അതെ, നമ്മളുടെ പ്രാർത്ഥനയ്ക്ക് ഫലം കണ്ടുവന്നേ. അതെ, നമ്മുടെ ഇഷിതയ്ക്ക് വിശേഷമുണ്ട്. വിശേഷമോ? ഇതെന്തൊക്കെയാണ് രാമയെ പറയുന്നത്? അപ്പോൾ മഞ്ജിമയും ഞെട്ടിപ്പോയി. ഇതെന്താ താനൊന്നും അറിയാത്ത പോലെ? തനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാലോ. അതേന്നേ, നമ്മുടെ ഇഷിതയുടെ വയറ്റിൽ ഒരു കുഞ്ഞ് ജന്മം എടുത്തിട്ടുണ്ടെന്നും പറയുക, അവൾ ഗർഭിണിയാണെന്നും പറയുക. ഇത് കേട്ട സ്വപ്നത്തിന് ഭയങ്കരയേറെ സന്തോഷം തോന്നുകയാണ്. ആണോ മാഷേ? ആണോ രാമ? ഞാൻ കേട്ടത് മുഴുവൻ സത്യം തന്നെയാണോ എന്ന് ചോദിച്ചപ്പോഴേക്കും സത്യം തന്നെയാണ്. അപ്പോൾ മഞ്ജിമയാണെങ്കിൽ എന്താ പറഞ്ഞത്? നിങ്ങൾ ചുമ്മാ വായ തോന്നുന്ന കാര്യങ്ങളൊന്നും പറയരുതേ. ഇഷിത ഗർഭിണിയാണ് പോലും. അവൾ ഒരു ഗർഭിണിയല്ല. അത് നീയാണോ തീരുമാനിക്കേണ്ടത്? ഡോക്ടർ പറഞ്ഞ കാര്യമാണ് ഞങ്ങൾ ഇവിടെ നിന്ന് പറഞ്ഞത്. അല്ലാതെ
ദേ നീ പറയുന്നത് പോലെയൊന്നും അല്ല. എന്നാലും അവൾക്ക് ഗർഭിണിയാകാൻ പറ്റില്ലെന്നല്ലേ എല്ലാ ഡോക്ടർമാരും പറഞ്ഞത്. എന്നിട്ട് ഇപ്പം അവൾക്ക് ഗർഭിണിയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആര് വിശ്വസിക്കാൻ പോകുന്നു? ഇതിലെന്തൊക്കെയോ പ്ലാനുണ്ട്. അവൾ കരുതി കൂട്ടി ഇതെന്തൊക്കെയോ ചെയ്യുന്നതാണ്. നിർത്തടി. ദേ അനാവശ്യം പറഞ്ഞു പോകരുത്. അവൾക്ക് ഇതൊന്നും സഹിക്കുന്നില്ല. കുശുമ്പ് മൂത്തിരിക്കുക. എന്നാ കേട്ടോ, ഇഷിത ഒരമ്മയാകാൻ പോവുകയാണ്. അത് സത്യമായ കാര്യമാണ്. ഡോക്ടർ ഉറപ്പിച്ച് പറഞ്ഞ കാര്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മഞ്ജുമ തകർന്നുപോയി. മഞ്ജുമയാണെങ്കിൽ അവിടെ നിന്ന് ഒറ്റ പോക്കാണ്, പിന്നീട് ഒരു അക്ഷരം മിണ്ടാതെ. അപ്പോൾ ദേ സ്വപ്നം കണ്ടോ, അവളുടെ പോക്ക് കണ്ടില്ലേ? അവളെ ദേ ആ രചനയെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയാൻ പോവുമായിരിക്കും. നമ്മൾക്ക് സത്യങ്ങളെല്ലാം അറിയാമെന്ന് അവൾക്ക് അറിയില്ലായിരുന്നല്ലോ. ഇപ്പം അവൾ സത്യങ്ങളോട് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവളുടെ കിളി പാറിപ്പോയി. അതെന്തെങ്കിലും ചെയ്യട്ടെ. എന്നാലും എൻ്റെ മുരുക ആണ്ടവനെ, നീ പ്രാർത്ഥന കേട്ടല്ലോ. ഏതായാലും സന്തോഷമായി. ഇതിൽ പരം സന്തോഷമൊന്നും ഇനി കിട്ടാനില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ഇവർ സംസാരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഇഷിതയും കൊണ്ട് മഹേഷ് ഒരു ബീച്ചിൻ്റെ അരികിലേക്ക് വന്നിരിക്കണം. അപ്പോൾ ഇഷിതയാണെങ്കിൽ സന്തോഷം കൊണ്ടിങ്ങനെ കരയാ. ഇഷിത ആ ഡോക്ടർ റിസൾട്ട് കൊടുത്തതും അതിൽ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആണെന്ന് കാണിച്ചതും അങ്ങനേതായ ചില കാര്യങ്ങളാണ് ഇഷിതയുടെ മനസ്സിലേക്ക് കൂടി കടന്നു വരുന്നത്. അപ്പോൾ ഇഷിത മഹേഷിനോട് പറയണം, മഹേഷേ ഈ നിമിഷം എനിക്കിവിടെ നിൽക്കുമ്പോഴും വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല. എൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന്. ഞാനൊരു അമ്മയാകാൻ പോവുകയാണെന്ന് എനിക്ക് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല മഹേഷ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വിശ്വസിക്കണം. താനൊരു അമ്മയാകാൻ പോകുന്നതല്ല. എടോ, ദൈവം തന്നെ അനുഗ്രഹിച്ചു. താനൊരു അമ്മയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി അതിലൊരു കലർപ്പില്ല. ഇത് സത്യസന്ധമായ കാര്യമാണ് മഹേഷേ. ഇതൊരു സ്വപ്നമാണോ എന്ന് പോലും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നൊരവസ്ഥയാണ്. സ്വപ്നമാണെങ്കിൽ ആ സ്വപ്നത്തിൽ നിന്ന് എന്നെ ഉണർത്തല്ലേ ദൈവമേ എന്നാണ് ഇപ്പം എൻ്റെ പ്രാർത്ഥന. ഇത് സ്വപ്നമല്ല, യാഥാർത്ഥ്യമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. എന്നാലും ആ ഡോക്ടറിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഫലിക്കുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പെട്ടെന്ന് തന്നെ ഇങ്ങനെ സംഭവിക്കുമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. എൻ്റെ മനസ്സിൽ പോലും തോന്നാത്ത കാര്യമാണ് മഹേഷേ ഇപ്പം സംഭവിച്ചിരിക്കുന്നത്. എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമാണ് എന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇഷിത, എനിക്ക് ചില കാര്യങ്ങളും കൂടി തന്നോട് പറയാനുണ്ട്. അതും കൂടി പറയാൻ വേണ്ടിയാണ് ഈ ബീച്ചിലേക്ക് തന്നെ ഞാൻ വിളിച്ചു വരുത്തിയത് എന്നൊക്കെ പറയുകയാണ്. എന്താ മഹേഷേ, എന്താണ് എന്നോട് പറയാനുള്ളത് എന്ന് ചോദിക്കുകയാണ്. അതെ, താനിപ്പോൾ അമ്മയായെന്ന് പറഞ്ഞില്ലേ? അതെ, ഞാനിപ്പോൾ അമ്മയാകാൻ പോവുകയാണല്ലോ മഹേഷേ. പക്ഷേ തനിക്ക് നേരത്തെ അമ്മയാകാമായിരുന്നു. നമ്മൾ ഒന്നിച്ച് ജീവിച്ചിരുന്നെങ്കിൽ തനിക്ക് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. ഒരു കുറവും ഉണ്ടായിരുന്നില്ലെന്നോ? അതേന്നേ, തനിക്ക് അമ്മയാകാനുള്ള എല്ലാ യോഗ്യതയും ഉണ്ടായിരുന്നു ഈഷിത എന്ന് പറയാണ്. മഹേഷേ, ചുമ്മാ മനുഷ്യനെ തലക്ക് ഭ്രാന്ത് പിടിപ്പിക്കാതെ എന്താന്ന് വെച്ചാൽ പറ. ഇതെന്തൊക്കെ ഈ പറയുന്നത്? എനിക്ക് ഒരു അമ്മയാകാൻ പറ്റില്ലെന്ന് ഡോക്ടർ വിധി എഴുതിയ കാര്യമല്ലേ? ഇല്ല, അത് എന്താ സംഭവിച്ചതെന്ന് ഞാൻ കറക്റ്റായിട്ട് തന്നെ പറയാം. ആ കല്യാണ പന്തലിൽ വെച്ച് താൻ തലയിറങ്ങി വീണില്ലേ? ആ സമയത്ത് തന്നെയും കൊണ്ട് മാധവ് ഹോസ്പിറ്റലിലേക്ക് ഓടി. ആ നിമിഷം തന്നെ ദേ മനസ്വിനി ഡോക്ടർ ദേവികയെ വിളിച്ചായിരുന്നു. ഡോക്ടർ ദേവികയെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അവൾക്കൊരമ്മയാകാൻ കഴിവില്ല എന്ന് നിങ്ങൾ വരുത്തി തീർക്കണമെന്ന്. ഇത് ആ മനസ്വിനിയുടെ കളി തന്നെയായിരുന്നു ഈഷിത. അന്ന് ആ സംഭവം താൻ ആലോചിക്കുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇഷിത ആ ഒരു സംഭവം ആലോചിച്ചെടുക്കുകയാണ്. കാരണം എന്നാൽ ഡോക്ടർ പറയുകയാണ് ഇത് വന്ധ്യതയാണ്, കുഞ്ഞിലും ഉണ്ടാകാൻ സാധ്യതയില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ ആ കാര്യങ്ങൾ മുഴുവൻ ആലോചിക്കുമ്പോൾ അവിടെ നിമിഷം ചങ്ക് തകർന്നു പോയൊരു നിമിഷത്തെക്കുറിച്ചൊക്കെ ഓർത്തെടുക്കുകയാണ് നമ്മുടെ ഇഷിത. അപ്പം ഇഷിത ഇവിടെ നിന്ന് കരയാണ്. ഇഷിത, പക്ഷേ ഡോക്ടർ തന്നെ സത്യങ്ങളൊന്ന് പറഞ്ഞു എന്ന് പറയാൻ. പക്ഷേ മഹേഷ്, എനിക്കിതൊക്കെ വിശ്വസിക്കാവോ? മഹേഷ് വെറുതെ പറയുന്നല്ലോ. ഞാൻ വെറുതെ പറയുന്നതല്ല. പക്ഷേ സത്യം പറയുന്നോട് മഹേഷ് ഇതെങ്ങനെ മനസ്സിലാക്കി? എങ്ങനെയാണ് മഹേഷിന് ഇതെല്ലാം കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചത്? എടോ, താൻ ഈ ഡോക്ടറെ കുറിച്ച് എന്നോട് പറഞ്ഞില്ലായിരുന്നോ? ഡോക്ടർക്ക് തന്നെ കാണുമ്പോൾ എന്തൊരു കുറ്റബോധം കൊണ്ട് നീറുകയാണ്, മുഖഭാവം വലിയ വ്യത്യാസം എന്നൊക്കെ പറഞ്ഞില്ലേ? ഞാനത് ഒരു കളിതമാശയായിട്ട് തന്നോട് ആശ്വസിപ്പിക്കാൻ വേണ്ടിയൊക്കെ പറഞ്ഞു. പക്ഷേ ഞാനത് വിട്ട് കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇഷിത. ആ ഒരു ഇതിൽ ഞാൻ ഡോക്ടറെ വിളിച്ചായിരുന്നു. ഡോക്ടർ എനിക്ക് കാണണമെന്നും പറഞ്ഞു, ചില കാര്യങ്ങളെല്ലാം സംസാരിക്കണമെന്നും പറഞ്ഞായിരുന്നു. അങ്ങനെ ഡോക്ടറിനെ കാണാൻ വേണ്ടി വന്നു. ഡോക്ടറോട് പല കാര്യങ്ങളും കുത്തി ഞാൻ ചോദിച്ചു. അങ്ങനെ ഡോക്ടർക്ക് ആ ഒരു കുറ്റസമ്മതം എൻ്റെ അടുത്ത് നടത്തേണ്ടി വന്നു ഇഷിത.
തനിക്ക് ഗർഭിണിയാകാനുള്ള ഒരു അമ്മയാകാനുള്ള എല്ലാ യോഗ്യതയും ഉണ്ടെന്ന് ഡോക്ടർ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. അങ്ങനെതായ എല്ലാ കാര്യങ്ങളും ഇഷിതയോട് പറയുകയാണ് നമ്മുടെ മഹേഷ്. ഇതെല്ലാം കേട്ട് ഇഷിത ഒരു നിമിഷം ഒന്ന് ഷോക്കായി നിന്നു പോവുകയാണ്. എല്ലാ കഴിവുകളുണ്ടായ തന്നെ ഒരു കഴിവുമില്ലാത്ത സ്ത്രീയാക്കി മാറ്റിയ ഡോക്ടറാണോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് നമ്മുടെ ഇഷിത. അപ്പോൾ നമ്മുടെ മഹേഷ് പറയുകയാണ്, ഇഷിത ഇപ്പം സമാധാനമായില്ലേ? തനിക്ക് ഒരു കുഴപ്പമില്ലെന്ന്. ഇതേ തൻ്റെ അമ്മയ്ക്കും ബാക്കിയുള്ളവരെല്ലാവർക്കും അറിയാം, തനിക്ക് മാത്രമേ അറിയാൻ പാടാത്തുള്ളൂ. ഓഹോ, അപ്പം എല്ലാവരും അറിഞ്ഞുകൊണ്ട് എന്നെ പറ്റിക്കുകയായിരുന്നല്ലേ? എടോ, തനിക്കിതൊരു സർപ്രൈസ് എന്നല്ലേ ഞാൻ പറഞ്ഞിട്ടാ അവർ തന്നോട് സത്യങ്ങളൊന്നും പറയാതിരുന്നത്. ഇഷിത എപ്പോൾ ഗർഭിണിയാകുന്നോ ആ സമയത്ത് മാത്രമേ ഇഷിത ഈ സത്യം അറിയാൻ പാടുള്ളെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് തന്നെയാണോ? ഹോ, എൻ്റെ മഹേഷേ, ഇത് വല്ലാത്തൊരു സർപ്രൈസ് ആയി പോയിട്ടോ. എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല. ആ ഷോക്ക് എനിക്ക് അങ്ങോട്ട് മാറുന്നില്ല മഹേഷേ. എടോ, ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള കാരണം ഇഷിതയ്ക്ക് മഹേഷും മഹേഷിന് ഇഷിതയും ഉള്ളതാണെന്ന് അവിടെ ദൈവം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒന്ന് ചേർന്നതും നമുക്കിടയിൽ ഇപ്പോൾ ഒരു സന്തോഷ വാർത്ത ഉണ്ടാകാനുള്ള കാരണവും എന്ന് ഇഷിതയോട് ഇങ്ങനെ സംസാരിക്കുകയാണ് നമ്മുടെ മഹേഷ്. അപ്പോൾ ഈ മഹേഷിൻ്റെ ഓരോ വർത്താനം കേൾക്കുമ്പോഴും ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയാണ്. ഇപ്പം മനസ്സിലായില്ലേ? ഇനി നമ്മളുടെ ഇടയിൽ ഇനി എന്തിനാണോ ഭയം? നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം നടന്നില്ലേ? ഒരു ടൂറിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്കൊരു കുഞ്ഞുണ്ടാകാൻ വീട് തന്നെ മതി എന്നൊക്കെ എല്ലാവരും അറിയിക്കേണ്ടത് നമുക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇഷിതയെ ആശ്വസിപ്പിക്കണം. അങ്ങനെ ഇഷിതയാണെങ്കിൽ സ്നേഹം കൊണ്ട് മഹേഷിനെ അങ്ങോട്ട് കെട്ടിപ്പിടിക്കുക. അവർ രണ്ടുപേരും അങ്ങനെ ആ ഒരു വലിയൊരു കടമ തന്നെ കടന്നിരിക്കുകയാണ്. ഇഷിതയുടെ ആഗ്രഹം സാധിച്ചു. എല്ലാം കൊണ്ട് മഹേഷും ഇഷിതയും ഒന്നായിരിക്കാൻ അവിടെ. അങ്ങനെ പിന്നീട് കാണിക്കുന്ന നമ്മുടെ രചനയാണ്. അപ്പോൾ രചന ഈ മഞ്ജിമയോട് ചോദിക്കുകയാണ്, നീ എന്തിനാ എന്നെ വിളിച്ച് വരുത്തിപ്പിച്ചത്? എന്താ കാര്യം? എന്താ വീട്ടിൽ എന്തെങ്കിലും വിശേഷമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും, ഓ രചന, എത്ര കറക്റ്റായിട്ടാണ് നീ കാര്യങ്ങളെല്ലാം പറഞ്ഞത്. വീട്ടിൽ വിശേഷമുണ്ടോ? എന്ത് വിശേഷം? ആ വിശേഷം കേട്ടാലേ നിനക്ക് താങ്ങാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും, നീ കാര്യം എന്താണെന്ന് വെച്ചാൽ തുറന്ന് പറ. ഞാനാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിട്ട് ഇവിടം വരെ വന്നത് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും, പറയാം വിശേഷം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാം. അതെ, നമ്മുടെ ഇഷിതയ്ക്കാണ് വിശേഷം. ഇഷിതയ്ക്ക് വിശേഷമോ? എന്ത് വിശേഷം? നീ എന്തൊന്നും അറിയാൻ പാടാത്ത പോലെ. എത്രയൊക്കെ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ? ഇഷിത ഒരമ്മയാകാൻ പോകുന്നുവെന്ന് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രചനക്ക് ഷോക്ക് വന്ന പോലെ തിരിഞ്ഞു നോക്കണം. എന്താ പറഞ്ഞത്? അതെ, ഇഷിത ഗർഭിണിയാണ്. ഇഷിത ഒരു അമ്മയാകാൻ പോകുന്നില്ല. ഞാൻ അത് വിശ്വസിക്കില്ലെന്ന് പറയാണ്. എന്തിനാ വിശ്വസിക്കാതിരിക്കുന്നത്? ട്രീറ്റ്മെൻ്റൊക്കെ ഫലിച്ചു, അത് തന്നെ കാര്യം. ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ല, അവൾക്കൊരു കുഴപ്പമില്ല. അവൾക്ക് അമ്മയാകാനായിട്ട് പറ്റും. അവൾക്ക് അമ്മയാകാനുള്ള എല്ലാ യോഗ്യതയും ഉണ്ടെന്നും പറയാം. അപ്പോൾ രചന അവരും ഇതേപോലെയൊക്കെ പറഞ്ഞു. എനിക്കത് വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. ഞാൻ വിചാരിച്ച് ട്രീറ്റ്മെൻറ്റ് നടത്തി അവൾക്കെല്ലാം ഇത് മാറിയെന്നാണ് ഞാൻ വിചാരിച്ചത്. അല്ല, ഈ മാധവിൻ്റെയും ഇഷിതയുടെയും കല്യാണം നടക്കാതിരിക്കാൻ വേണ്ടി അവിടെ മനസ്വിനി ഒരു കളി കളിച്ചതാ. ഇവൾക്ക് അമ്മയാകാൻ പറ്റില്ലെന്ന് പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് ആ കല്യാണം മുടങ്ങിയില്ലേ? പക്ഷേ ആ ഡോക്ടറും കൂടി ചേർന്നിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തത്. സത്യങ്ങളെല്ലാം എനിക്കറിയായിരുന്നു എന്ന് പറയാം. പക്ഷേ ഞാൻ വിചാരിച്ചു സത്യങ്ങൾ ആരോടും തുറന്നു പറയരുതെന്ന്. അങ്ങനെയാണ് മഹേഷിന് ആക്സിഡൻ്റ് ആയതും. അങ്ങനെ മഹേഷിന് ആക്സിഡൻ്റ് ആയപ്പോൾ എനിക്ക് വീണ്ടും സമയം കിട്ടിയെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഇതിനിടയിൽ എങ്ങനെ ഇഷിത ഗർഭിണിയാണെന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല. വീൽ ചെയറിൽ നിന്ന് എണീക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നില്ല മഹേഷിന്. അങ്ങനെയാണെങ്കിൽ മഹേഷിന് ആക്സിഡൻറ്റ് സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ അവർ രണ്ടുപേരും ഒന്നായതാ. അതുകൊണ്ടാ അവളിപ്പോൾ ഗർഭിണിയായതെന്നും നമ്മുടെ രചന അവിടെ പറയാണ്. പക്ഷേ അവൾക്ക് ഇപ്പം ഗർഭിണിയാകാൻ സാധിച്ചു. പക്ഷേ അവൾ ആ കുഞ്ഞിനെ ഒരിക്കലും പ്രസവിക്കാനായിട്ട് പാടില്ല. കൂടി വന്ന 1.5 മാസം അല്ലെങ്കിൽ 2, അത്രയല്ലേ ഉണ്ടാവുള്ളൂ. അവളുടെ കുഞ്ഞ് ഇല്ലാതാവണമെന്നും പറയാണ്. ഇത് കേട്ട മഞ്ജിമാകെ പേടിച്ചു. രചന, നീ കളിക്കാൻ നിൽക്കരുതേ. അങ്ങനെയൊന്നും സാധിക്കാന്നുമില്ല. അവളുടെ കുഞ്ഞിനെ ഇല്ലാതാക്കുന്ന കാര്യം ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം അവളുടെ ചുറ്റിനും എൻ്റെ അച്ഛനമ്മമാരെ എപ്പോഴും ഉണ്ടാകും. പിന്നെ മഹേഷിൻ്റെ കാര്യം പറയണോ? ഇപ്പതേ അവൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ മഹേഷ് വീട്ടിലേക്ക് വന്നിട്ടില്ല. അച്ഛനമ്മയും മാത്രമേ വന്നിട്ടുള്ളൂ. മഹേഷ് ഇഷിതയും കൊണ്ട് ഇപ്പോൾ വല്ല പാർക്കിലോ ബീച്ചിലോ എടുത്തോണ്ട് കറങ്ങിക്കൊണ്ട് നടക്കുന്നുണ്ടാകും. അവളുടെ ഗർഭമാണ് ഇല്ലാതാക്കാനായിട്ട് എന്നോട് പറയുന്ന.
മഞ്ജിമ, നീ ആ വീട്ടിൽ നിന്നിട്ട് എന്താ കാര്യം? നീ ഒരു ചത്ത ശവം പോലെ അല്ലേ ആ വീട് നിൽക്കുന്നത്? അതിനേക്കാൾ നല്ലത് പെരുവഴിയാ നിനക്ക്, പെരുവഴി. നിനക്ക് ഇതുവരെ ഒരു കുഞ്ഞുണ്ടായില്ലല്ലോ. നിനക്ക് നിന്റെ ഭർത്താവിനോടൊപ്പം സുഖമായിട്ട് ജീവിക്കണമെന്നും നിങ്ങൾക്കൊരു കുടുംബജീവിതം വേണമെന്നൊക്കെ ആഗ്രഹമില്ലേ? അങ്ങനെ വേണമെങ്കിൽ ഇഷിത ആ വീട്ടിൽ നിന്ന് ഇറങ്ങണം. എന്നാലേ നിനക്ക് ആ വീട്ടിൽ സ്ഥാനം പിടിക്കാനായിട്ട് പറ്റുള്ളൂ. അല്ലാതെ ഒരിക്കലും നടക്കില്ല എന്ന രീതിയിൽ അവിടെ പറയാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നീ പറഞ്ഞത് സത്യം തന്നെയാ. അപ്പം നീ ആലോചിച്ചോ, അവൾ ഇഷിതയെ വീട്ടിലേക്ക് വരുമ്പോൾ ഇഷിതയെ നീ തറ പറ്റിക്കണം, അവളുടെ വയറ്റിലെ കുഞ്ഞിനെ അലസിപ്പിക്കണം എന്ന് പറയുക. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നമസ്കാരം. താങ്ക് യു. ബൈ.